ഉയർപ്പിൻ്റെ ദിവസത്തിൽ ഉയർപ്പിൻ്റെ സന്തോഷത്തിലായിരിക്കുന്ന നിങ്ങളെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ തൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതായിട്ട് യേശു കർത്താവ് തൻ്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ കർത്താവ് ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ചു. ഏറ്റവും സാധാരണക്കാരനായിട്ട് ജനിച്ചു. ഒരു സാധാരണ ഭവനത്തിൽ ജനിച്ചു. നമുക്ക് വചനം പഠിക്കുമ്പോഴറിയാം, യോസഫിൻ്റെയും മേരിയുടെയും മകനായിട്ട് ഒരു തച്ചൻ എന്ന വിളിപ്പേരുമായിട്ട് പിതാവിൻ്റെ മടിയിലിരുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു സാധാരണ ഭവനത്തിലേക്ക്. ലേവ്യ പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മോശയുടെ ന്യായപ്രമാണം വായിക്കുവാനായിട്ട് സാധിക്കും. അവിടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു സ്ത്രീ തൻ്റെ പ്രസവം കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസം, ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ 40 ദിവസക്കാലം അവൾ ശുദ്ധീകരണ കാലം ആചരിക്കണം. ശുദ്ധീകരണ കാലം കഴിഞ്ഞാൽ 40ാമത്തെ ദിവസം അവൾ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻ കുഞ്ഞിനെയും കൊണ്ട് അത് ഹോമയാഗത്തിനായിട്ടും പിന്നെ ഒരു കുറുപ്രാവിനെയോ അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞിനെയോ പാപയാഗത്തിനായിട്ടും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ ഈ ആൺകുഞ്ഞുമായിട്ട് കടന്നു പോകണം. ഇത് മോശയുടെ ന്യായപ്രമാണം പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായം അതിൻ്റെ 22 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മറിയ യേശു കുഞ്ഞുമായിട്ട് 40ാമത്തെ ദിവസം യെരുശലേം ദൈവാലയത്തിൽ തൻ്റെ ശുദ്ധീകരണ കാലം കഴിഞ്ഞിട്ട് ദൈവാലയത്തിൽ മഹാപുരോഹിതൻ്റെ മുൻപിൽ വന്നേക്കുവാണ്. യേശു കുഞ്ഞിനെ സമർപ്പിക്കണം. തൻ്റെ ശുദ്ധീകരണ കാലം കഴിഞ്ഞു. യഹൂദ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞു ജനിച്ചാൽ അത്യന്തം സന്തോഷമാണ്. ലേവ്യ പുസ്തകം 12 അധ്യായത്തിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഇപ്രകാരം അവിടെ എഴുതിയിരിക്കുന്നു, ഒരു വയസ്സുള്ള ആട്ടിൻ കുഞ്ഞിനെ കൊടുക്കുവാനായിട്ട് പ്രാപ്തിയില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, അതിനുള്ള സമ്പത്തില്ലെങ്കിൽ ഒരു പ്രാവിനെ കൂടെ കൊടുത്താൽ മതി. അതായത് ഹോമയാഗത്തിന് ഒരു വയസ്സുള്ള ഒരു ആട്ടിൻ കുഞ്ഞിനെയാണ് ആൺകുഞ്ഞു ജനിച്ച അമ്മ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. എന്നാൽ അതിനവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ പാപയാഗത്തിന് ഒരു പ്രാവ്, അതുപോലെ ഹോമയാഗത്തിനും ഒരു പ്രാവ് കൊടുത്താൽ മതി, ആടിൻ കുഞ്ഞ് വാങ്ങിക്കുവാൻ വകയില്ലെങ്കിൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ മറിയ യെരുശലേം ദൈവാലയത്തിൽ യേശു കുഞ്ഞിനെ സമർപ്പിക്കുവാനായിട്ട് വന്നു നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ പ്രാവിൻ കുഞ്ഞ്. മനസ്സിലാക്കുക, യേശു കർത്താവ് ജനിച്ചു വീണ വീടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ഒരാട്ടിൻ കുഞ്ഞിനെ യാഗമായിട്ട് സമർപ്പിക്കുവാൻ, യെരുശലേം ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുവാനുള്ള പ്രാപ്തി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനത്തെ ഒരു ഭവനത്തിലേക്കാണ് പിതാവിൻ്റെ മടിയിൽ നിന്ന് മനുഷ്യ ജന്മമെടുത്ത് യേശു കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായിട്ട് കടന്നു വന്നത്. മറിയ ഈ യേശു കുഞ്ഞുമായിട്ട് ഒപ്പം ഈ യാഗത്തിനുള്ള 2 പ്രാവുമായിട്ട് യെരുശലേം ദേവാലയത്തിൽ നിൽക്കുകയാണ്. മറിയയ്ക്ക് കുറേ വാഗ്ദത്തങ്ങളുണ്ട്, കുറേ ദൂതുകളുണ്ട്. എന്നാൽ മറിയയ്ക്ക് അറിയില്ല നാളെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് മറിയയ്ക്ക് അറിയത്തില്ല. അവൾ യെരുശലേം ദേവാലയത്തിൽ ആ കുഞ്ഞുമായിട്ട് നിൽക്കുന്നു. എന്നാൽ പിന്നത്തെ കാര്യം നമുക്കറിയാം, ഒരു ആടിൻ കുഞ്ഞിനെ തൻ്റെ സമർപ്പണ സമയത്ത് സമർപ്പിക്കുവാനായിട്ടില്ലാതിരുന്ന യേശു കർത്താവ് പിന്നത്തേതിൽ ഈ ലോകത്തിലെ മുഴുവൻ ആടുകളുടെ ശ്രേഷ്ഠ ഇടയനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കാണുന്നത്. തൻ്റെ ആദ്യത്തെ ദൈവാലയ പ്രവേശനത്തിൽ ഡെഡിക്കേഷൻ്റെ സമയത്ത് ഒരു വയസ്സുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻ കുഞ്ഞിനെ വാങ്ങുവാൻ യേശു കർത്താവിന് പ്രാപ്തിയില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, പിന്നീട് ലോകരക്ഷകനായി മാറിയ യേശു കർത്താവ് നമ്മുടെ എല്ലാം ഇടയനായി തീർന്നു, ശ്രേഷ്ഠ ഇടയനായി തീർന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അധ്യായം പറയുന്നു, യേശു കർത്താവ് ഏറ്റവും നല്ല ഇടയൻ, ഈ ആടുകളുടെ എല്ലാം ഉടമസ്ഥനായി മാറി എന്ന്
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച യേശു കർത്താവ് 30 വയസ്സ് വരെയും മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു. തച്ചൻ്റെ പണിയൊക്കെ ചെയ്ത് മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു യേശു. അത് കഴിഞ്ഞ് നമുക്കറിയാം 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷയുടെ കാലമായിരുന്നു. പരസ്യ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു തൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുകയാണ്. നമ്മളെല്ലാം ക്രൂശിലെ മൊഴിയൊക്കെ കേട്ടു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തിലായിരിക്കും നിങ്ങളെ ഞാൻ പുറകിലോട്ടൊന്ന് കൊണ്ടുപോവുകയാണ്. യേശു കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് കടക്കുവാൻ പോകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പെസഹയൊക്കെ ആചരിച്ചു. യേശു യെരുശലേമിൽ കടന്നു, പെസഹയൊക്കെ ആചരിച്ചു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെയും കൂട്ടി ഗത്ശമന തോട്ടത്തിലേക്ക് യേശു നടന്നു പോകുകയാണ്. യേശു കർത്താവ് എന്തിനാണ് ഈ നടന്നു പോകുന്നത്, എന്തിനാണ് ഈ കഷ്ടാനുഭവത്തിലേക്ക് കടക്കുന്നതെന്ന് നമുക്ക് വചനം പഠിച്ച ദിനംതോറും വചനം കേൾക്കുന്ന നമുക്ക് അറിയാം. എന്തിനാണോ കർത്താവ് ക്രൂശിൽ കഷ്ടം സഹിച്ചത്, ആ സുവിശേഷം, ആ നല്ല സുവിശേഷം നിങ്ങളിലൂടെ ലോകം അറിയണമെന്നും നശിച്ചു പോകുന്ന മാനവരാശി അറിയണമെന്നും ആഗ്രഹിക്കുന്നു. ഈ വൈകുന്നേര സമയത്ത് കർത്താവ് ശുശ്രൂഷയിലേക്ക്, ആ ഇടയ പരിപാലന ശുശ്രൂഷയിലേക്ക് വചന വെളിപ്പാടുകളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് പിടിച്ചെടുത്ത് ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളുടെ 1% പോലും പുറത്തു വന്നിട്ടില്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ അത് പുറത്തു വരണം. കർത്താവിനോട് ചേർന്നിരുന്ന് ആ വചന വെളിപ്പാടുകളെ സ്വീകരിച്ച് ആ ഇടയ പരിപാലന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാണ് ഇന്ന് വചനവുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എന്നെ ആക്കിയിരിക്കുന്നത്. നിങ്ങളിൽ ആരൊക്കെയാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരുടെ മുൻപിൽ കർത്താവ് ഇറങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആഴമുള്ള സത്യങ്ങളെ തുറന്നിട്ട് തരും. ആ സത്യങ്ങൾ ലോകത്തിലേക്ക് വിളിച്ചു പറയുവാനുള്ള മുഖാന്തിരങ്ങളെയും യേശു കർത്താവ് ഒരുക്കി തരും. പ്രാർത്ഥനയോടെ ആയിരിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 36 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗത്ശമന തോട്ടത്തിലേക്ക് നടന്നു പോകുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് ഗത്ശമനയിലേക്ക് പോകുന്ന പതിവ് യേശുവിന് ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുമായിട്ട് ഗത്ശമന തോട്ടത്തിലെത്തുന്ന യേശു ശിഷ്യന്മാരോട് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നു. അവരോട് യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ മനസ്സ് മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നുവെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. എന്നിട്ട് യേശു ശിഷ്യന്മാരോട് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയിരുന്ന് അതിവേദനയോടെ അതിദുഃഖത്തോടുകൂടെ പിതാവിനോട് നിലവിളിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിൻ്റെ വേദന മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരും അങ്ങനെ ഒരു സഹനത്തിലൂടെ കടന്നു പോയിട്ടില്ല. അതുപോലെ മരണകരമായിട്ടുള്ള വേദന മുൻകൂട്ടി യേശു കർത്താവിന് കാണാം. ഈ രാത്രി കഴിഞ്ഞാൽ താൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. മരണവേദന പോലെ അവൻ്റെ പ്രാണൻ അതിദുഃഖത്തോടെ ആയിരിക്കുന്നു. ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് യേശു കർത്താവ് ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി പിതാവിനോട് നിലവിളിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരണം. എന്നിട്ട് വീണ്ടും അവൻ പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും മുഖം നോക്കിയിട്ട് യേശു കർത്താവ് പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമെന്ന് ഓർത്തിട്ട് യേശു കർത്താവ് വീണ്ടും ആ കുരിശെടുക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് തയ്യാറാവുകയാണ്. യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാര് വിഷാദത്തോടുകൂടെ അവര് ഉറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്.
മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിൽ യേശു കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഇന്ന് യേശു കർത്താവ് നിങ്ങളോടും ചോദിക്കുന്നു. പത്രോസേ, ഈ മരണവേദനയിലായിരിക്കുന്ന, അതിദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന, പ്രാണവേദനയിലായിരിക്കുന്ന എന്നോടുകൂടെ ഒരു നാഴിക നേരം ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? എന്നോടും നിങ്ങളോടും യേശു കർത്താവ് ഇന്ന് ഈ സന്ധ്യാസമയം ചോദിക്കുകയാണ്. യേശു കർത്താവ് ക്രൂശിലേറി മാനവരാശിയെ വീണ്ടെടുത്തു, നമുക്കറിയാം. എങ്കിലും ഞാനും നിങ്ങളും ആ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആ സത്യം തിരിച്ചറിയാത്ത ഒരു കൂട്ടം ജനം ഈ ലോകത്ത് നശിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇപ്പോഴും നമ്മുടെ അകൃത്യം നിമിത്തം, നമ്മുടെ പാപം നിമിത്തം, ലോകത്തിന്റെ മ്ലേച്ഛത നിമിത്തം ഇപ്പോഴും വേദനയിലായിരിക്കുന്നു. എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, എൻ്റെ കൂടെ ഒരു നാഴിക നേരം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളെ ഓരോരുത്തരെയും ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് യേശു കർത്താവ് വിളിക്കുകയാണ്. കർത്താവിന് വേണ്ടി നിങ്ങളെ സ്വയം ത്യജിച്ചുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിരവധി ദുർഘട സമയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, തലമുറകളെക്കുറിച്ചുള്ള ഭാരമുണ്ടാകാം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം മറന്നു കളഞ്ഞിട്ട്, ഇതെല്ലാം ഒന്ന് മാറ്റി വച്ചിട്ട് ഒരു നാഴിക നേരം കർത്താവിനു വേണ്ടി 1 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കുവാനുണ്ടോ എന്ന് യേശു കർത്താവ് ഒരു ദിവസം നിങ്ങളോട് ആലോചന ചോദിക്കുകയാണ്. മറ്റൊന്നും നിങ്ങൾ ഓർക്കുവാൻ പാടില്ല. ആ പ്രാർത്ഥനാ സമയം, ആ 1 നാഴിക നേരം യേശു കർത്താവിൻ്റെ മരണവേദനയാണ് നിങ്ങൾ കാണേണ്ടത്. അവൻ എന്തിനാണ് ആ മരണവേദന സഹിച്ചത്? ഈ ലോകം രക്ഷയിലേക്ക് വരുവാൻ, നശിച്ചു പോകുന്ന മാനവരാശിയെക്കുറിച്ചുള്ള ഭാരത്തിൽ ഇന്നും യേശു കർത്താവ് ആയിരിക്കുമ്പോൾ ആ ഭാരം ചുമക്കുവാൻ 1 നാഴിക നേരം നിങ്ങൾക്ക് ഉണർന്നിരിക്കുവാനായിട്ട് സാധിക്കുമോ? ആ ഭാരം ചുമക്കുവാൻ സഭ, അന്ത്യോക്യയിൽ ആരംഭിച്ച സഭ, യേശു കർത്താവിന്റെ ക്രൂശും മരണത്തിന് ശേഷം അന്ത്യോക്യയിൽ സഭ ആരംഭിച്ചു. ആദിമ സഭ എങ്ങനെ ആരംഭിച്ചു എന്നറിയാം. ആദിമ സഭയുടെ സ്ട്രക്ചർ നമുക്കറിയാം. വളരെ പെർസിക്യൂഷനിലൂടെ, പീഡാനുഭവത്തിലൂടെ ആദിമസഭ കടന്നുപോയി. ആദിമസഭ കടന്നുപോയപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ വിശ്വാസികൾ, സഭ ഒരു പീഡാനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. വചനം പറയുന്നവരെ കാരണം കൂടാതെ ജയിലിൽ അടയ്ക്കുന്നു. വചനം രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരെന്ന് വിളിക്കുന്നു. ദൈവശബ്ദം കേൾക്കുന്നവരെ മൈൻഡ് മാപ്പിംഗ് നടത്തുന്നവരെന്ന് പരിഹസിക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു അച്ഛൻ ജയിലിലായി എന്നറിഞ്ഞാൽ, ഒരു മിഷണറി ജയിലിലായി എന്നറിഞ്ഞാൽ നമ്മൾ ഉടനെ നിയമ നടപടികളിലേക്ക് നീങ്ങും. നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കും. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നേ. നമ്മൾ നിയമ നടപടികളിലേക്ക് നീങ്ങും, സമരം ചെയ്യുവാൻ ഇറങ്ങും, പരാതികൾ കൊടുക്കും, ഗവൺമെന്റിനെ സമീപിക്കും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുക, ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുക. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ആദിമസഭ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്നു. യാക്കോബ് അപ്പോസ്തലൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. ആദിമസഭ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു ചെറുവിരൽ പോലും അനക്കുവാനായിട്ട് കഴിയത്തില്ല. അവർ നിസ്സഹായരാണ്. ഒരു വീടിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട്, ഒരു മുറിയിലിരുന്ന് രാത്രിയെ പകലാക്കി പത്രോസിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആദിമസഭ പ്രാർത്ഥന ആരംഭിച്ചു. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഏറ്റവും നല്ല ആയുധം പ്രാർത്ഥനയാണ്. പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ സഹായിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്ന മോഡേൺ പ്രാർത്ഥനയല്ല. അവരുടെ കുടുംബം നോക്കാതെ, അവരുടെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, സകലതും മാറ്റിവെച്ചുകൊണ്ട് കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അനുഭവത്തിൽ സ്വന്തം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആഹാരവും
എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ, പല വീടുകളിലായിരുന്ന ജനങ്ങൾ സ്വന്തം കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട്, അവർക്കും മക്കളുണ്ടായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം വേണമായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്കും ആഹാരം കഴിക്കണമായിരുന്നു, എല്ലാ ജീവിത കാര്യങ്ങളും അവർക്ക് ചെയ്യണമായിരുന്നു. അവർക്കും ഉപജീവനത്തിന് പോയാലേ അവർക്കും സാലറി കിട്ടത്തുള്ളൂ. ആ സമ്പത്ത് കൊണ്ടേ, മീൻ പിടിക്കാൻ പോയാലേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. ആ സമ്പത്ത് കൊണ്ടേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനേക്കാൾ കഷ്ടപ്പാട് അവർക്കുണ്ടായിരുന്നു. സ്വതന്ത്രമായിട്ട് കർത്താവിനെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദിമസഭ തങ്ങളുടെ കയ്യിലുള്ള ആയുധം തിരിച്ചറിഞ്ഞു. അവരെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. കാരാഗ്രഹ വാതിലുകൾ തുറക്കണം, നിയമങ്ങൾ മാറ്റപ്പെടണം. സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയ വിശ്വാസികളെ, സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാനായിട്ട് പറ്റിയില്ല. സ്വർഗം ചലിക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ വീട്ടിലെ നിസ്സാര പ്രശ്നങ്ങളെ ഓർത്ത് രാവും പകലും നിങ്ങൾ നിലവിളിയാണ്. തെറ്റിപ്പോയ തലമുറയെ കുറിച്ച്, തോറ്റ് തുന്നം പാടി നിൽക്കുന്ന മക്കളെ കുറിച്ച് ഓർത്ത്, ജോലി കിട്ടാത്ത തലമുറയെ കുറിച്ച് ഓർത്ത്, 30 വയസ്സായിട്ട് കല്യാണം കഴിയാത്ത മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരന്തരം നിലവിളിയാണ്. ആദിമസഭ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയ ഒരു അപ്പോസ്തലനെ ഓർത്ത് സകലതും ത്യജിച്ച് നിലവിളിക്കുകയാണ്. സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാൻ ഹല്ലേലൂയ കഴിഞ്ഞില്ല. ക്രിസ്തു സന്തോഷിച്ചു കാണും. ഹല്ലേലൂയ. അവര് നിലവിളിക്കുന്നു. സ്വർഗം ഇറങ്ങി, നിയമമൊന്നും വേണ്ടി വന്നില്ല. ദൂതൻ ഇറങ്ങി കാരാഗ്രഹ വാതിൽ തുറന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്താണ്? ഇതിനേക്കാൾ വലിയ കാരാഗ്രഹത്തിലാണോ നിങ്ങൾ കിടക്കുന്നത്? ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടോ? കാരാഗ്രഹ വാതിൽ ദൂതൻ ഇറങ്ങി തുറന്നു. ആദിമസഭ രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിടത്ത് അവരുടെ പ്രാർത്ഥനാ മുറിയുടെ വെളിയിൽ മുട്ടുവാൻ തുടങ്ങി. വാതിലിൽ മുട്ടുകേട്ടു. പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉത്തരം വാതിലിന്റെ പുറത്തു വന്ന് നിൽക്കുന്നു. എങ്ങനെ സംഭവിച്ചു പ്രിയമുള്ളവരെ? പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് അറിയാമോ? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ 10,000 രൂപയുടെ ഒരു കടഭാരം മാറ്റാൻ നമുക്ക് പ്രാർത്ഥന കൊണ്ട് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഹല്ലേലൂയ. കോതമ്പ് മണി നിലത്തു വീണ് ചാകണം. സ്വയം ത്യജിക്കണം. ത്യജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആദ്യം ഹല്ലേലൂയ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി ജീവൻ പെടിഞ്ഞ മരണത്തിൻ മുഖാമുഖം കണ്ടുകൊണ്ട് ലോകത്തിന്റെ പല മേഖലകളിൽ ആയിരിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വേദനയാണ്. കർത്താവിൻ്റെ രാജ്യം വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷം എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച്, നമ്മളെപ്പോലെ ടെറസിട്ട വീടിൽ 35 ഡിഗ്രി ചൂട് വരുമ്പോൾ AC ഓൺ ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും സുവിശേഷ പ്രവർത്തനവും അല്ല. ബോർഡറുകളിലും പല കാട്ടിലും മേട്ടിലും നടന്ന് ചില മിഷണറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എനിക്കും നിങ്ങൾക്കും ആ ശുശ്രൂഷ അറിയത്തില്ല. നമ്മൾ ഇവിടെ സുഖ സൗകര്യത്തിലിരുന്ന് 5 മിനിറ്റ് കറണ്ട് പോയാലും നമ്മൾ പുറത്തോട്ടെടുത്ത് ചാടും പ്രാർത്ഥനാ മുറിയുടെ. നമുക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഇതല്ല പ്രാർത്ഥന. യഥാർത്ഥ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ വഹിച്ചുകൊണ്ട് ഒരു നാഴിക നേരം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കമുള്ള ആത്മാക്കളെ നോക്കുകയാണ്. ഒരുക്കമുള്ള വ്യക്തികളെ നോക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു നാഴിക നേരം എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാനായിട്ട് കഴിയുമോ? നിങ്ങൾ അതിന് തയ്യാറായാൽ, നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താൽ, നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ വിട്ടുകൊടുത്താൽ, നിന്റെ വീട്ടിലെ കെട്ടുകൾ ശുശ്രൂഷ വ്യാപരിക്കുന്നതോടൊപ്പം നിന്റെ വീട്ടിലെ കെട്ടുകളും താനെ അഴിയും. പാരമ്പര്യത്തിന്റെ കെട്ടുകളും, തലമുറകളുടെ മേൽ കിടക്കുന്ന കെട്ടുകളും, സമ്പത്തിന്റെ മേൽ കിടക്കുന്ന കെട്ടുകളും, സകല കെട്ടുകളും അതിന്റെ താഴെയെ നിൽക്കത്തുള്ളൂ. ശുശ്രൂഷ വ്യാപരിക്കുന്നതനുസരിച്ച് നിന്റെ ഒരു നാഴിക നേരത്തെ പ്രാർത്ഥന ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിന് പ്രൊട്ടക്ഷൻ ആയെങ്കിൽ, അവന്റെ മേൽ വരേണ്ട നിയമത്തിന്റെ വാള് മാറിപ്പോകുവാൻ നിന്റെ ഒരു നാഴിക നേരത്തെ പ്രാർത്ഥന കാരണമായെങ്കിൽ, നിന്റെ കുടുംബത്തെ ദൈവം മറക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് നീ കൊടുക്കുന്നതിനേക്കാൾ വലിയ സംരക്ഷണം കൊടുക്കുവാനായിട്ട് സ്വർഗം ഇറങ്ങി വരും. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. നീ പിന്നെ ഭാരപ്പെടേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് ദയവായി തിരിച്ചറിയുക. കയ്യിലിരിക്കുന്ന ആത്മിക ആയുധങ്ങളെ തിരിച്ചറിയുക. പ്രാർത്ഥനാ മുറികളിൽ കടന്ന് 1 മണിക്കൂർ, ഒരു നാഴിക നേരം കർത്താവിന് വേണ്ടി, ശുശ്രൂഷക്കാർക്ക് വേണ്ടി കർത്താവിൻ്റെ ഹൃദയഭാരത്തെ ഒന്ന് ഏറ്റെടുക്കാമോ? ആ പ്രാർത്ഥനാ ജീവിതം നിങ്ങളൊന്ന് തുടങ്ങാമോ? നിങ്ങളെ ഒന്ന് ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ
ആത്മിക ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥന, മറ്റു വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രകാരം സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കുവാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗം നിങ്ങളിൽ പ്രസാദിക്കും. അവൻ ആർക്കും കടക്കാരനല്ല. ആ സ്വർഗം നിങ്ങളെ അടുത്ത ഒരു ലെവലിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരപ്പെടുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് സ്വർഗം നിങ്ങളെ കയറ്റും. ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നല്ല, ദൈവത്തിൻ്റെ ദൂതാണ് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ ഒരു നാഴിക നേരം എൻ്റെ കർത്താവിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് അവരെ തോളിൽ വഹിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ദൈവം ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാം. സ്പിരിച്വലി ആത്മിക വർധനവിൻ്റെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. രണ്ടാം ഘട്ടം നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, യേശു കർത്താവിന് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ എപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. അതിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങളെ എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. 12 അപ്പോസ്തലന്മാരെയും യേശു കർത്താവ് ഒരുപോലെ സ്നേഹിച്ചിരുന്നു. വചനത്തിൽ ഒരിടത്തും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല യോഹന്നാനെയാണ്, അപ്പോസ്തലനായ യോഹന്നാനെ ആണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് യേശു കർത്താവ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ ഞാനാണ്. നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? എങ്ങനെ യോഹന്നാന് പറയുവാനായിട്ട് പറ്റി? അവൻ്റെ ഉറപ്പായിരുന്നു, അവൻ്റെ വിശ്വാസമായിരുന്നു, യോഹന്നാൻ്റെ വിശ്വാസമായിരുന്നു. റഫറൻസുകൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യം, 19-ാം അധ്യായം 26-ാം വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യം, 21-ാം അധ്യായം 7-ാം വാക്യം, 21-ാം അധ്യായം 20-ാം വാക്യം. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ അവിടെ എല്ലാം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ. ഇത് യോഹന്നാൻ എടുത്തെടുത്ത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. യേശു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല 12 അപ്പോസ്തലന്മാരിൽ യോഹന്നാനെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമെന്ന്. എന്നാൽ യോഹന്നാന് ആ ഉറപ്പുണ്ടായിരുന്നു, എന്നെയാണ് യേശു കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളും കണ്ടുപിടിക്കണം, നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ദൈവശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു യേശുവിന് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. എന്നാൽ അതൊന്നും അല്ല ക്രൈറ്റീരിയ. അത് ഞാൻ വഴിയെ നിങ്ങളോട് സംസാരിക്കാം. യോഹന്നാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് തന്നെയാണ് യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്? ഞാൻ വിചാരിച്ചു അത് അവൻ്റെ ഒരു വിശ്വാസമായിരുന്നിരിക്കണം. അതായത് നമ്മൾ വിശ്വാസത്തിൽ ഇങ്ങനെ വളരുമ്പോഴേക്കും നമുക്ക് തോന്നുമല്ലോ നമ്മളെയാണ് യേശുവിന് ഏറ്റവും ഇഷ്ടം. ഞാൻ 2 ദിവസം മുന്നേ വരെ, പെസഹയുടെ അന്ന് വരെ ഞാൻ വിചാരിച്ചു അവൻ്റെ വിശ്വാസമായിരിക്കണം യേശു കർത്താവ് അവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. എനിക്കും വിശ്വാസമാണ് എന്നെയാണ് യേശു കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. കാരണം യേശു കർത്താവിൻ്റെ മുഖപക്ഷം ഇല്ല. എന്നാൽ വചനം വായിക്കുമ്പോൾ പെസഹയുടെ അന്ന് അച്ഛൻ മെസ്സേജ് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ യേശു പെസഹ കൊടുക്കുകയാണ്, അത്താഴം കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. ആ സമയത്ത് യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുത്തൻ, ഈ കൂടിയിരിക്കുന്നവരിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് യേശു പറയുന്നു. അപ്പോൾ ശിഷ്യന്മാർക്ക് തമ്മിൽ ഒരു എന്താ പറയുക സംശയമായി, അതാരായിരിക്കും യേശുവിനെ കാണിച്ചു കൊടുക്കുക? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാനായിട്ട് തുടങ്ങി. എന്നിട്ട് പത്രോസ് യോഹന്നാനോട് പറയുകയാണ്, ചോദിക്ക്,
യേശുവിനോട് ചോദിക്കുക, ആരാണ് യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്? യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്നു. അവൻ വായ് കൊണ്ടല്ല ചോദിച്ചത്. ആർക്കും ചോദിക്കാം, പത്രോസിനും ചോദിക്കാം യേശുവിനോട്, യേശു കർത്താവേ ആരാണ് കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്? യോഹന്നാൻ്റെ ഒരു സ്വഭാവം, യോഹന്നാൻ്റെ സുവിശേഷം ഈ റഫറൻസുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കും. ഈ പത്രോസ് ഇത് പറഞ്ഞ ഉടനെ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 20 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അത് വിചാരിച്ചിരുന്നത് ഫിസിക്കലി, ഭൗതികമായിട്ട് അവൻ പോയി യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുമെന്നാണ്. അങ്ങനെ അല്ല പ്രിയമുള്ളവരെ. പത്രോസ് ഇത് പറഞ്ഞ ഉടനെ യോഹന്നാന്റെ ഉള്ളം യേശുവിൻ്റെ ഉള്ളത്തോട് ചേർന്നു. യോഹന്നാൻ ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. യേശു കർത്താവിൻ്റെ ഉള്ളത്തോട്, ദൈവശബ്ദം കേൾക്കുന്നവർ ഇവിടെ ഉള്ളവർക്കറിയാം. ഒരിക്കലെങ്കിലും നിങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളവർക്കറിയാം. അവൻ്റെ മാറോട് ചാരിയിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഉള്ളത്തിൽ നിന്നുള്ള ശബ്ദം നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പത്രോസ് യോഹന്നാന് ദൈവത്തിൻ്റെ ഉള്ളം വായിക്കാൻ സാധിക്കുമെന്ന് ശിഷ്യന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് പത്രോസ് യോഹന്നാനോട് പറഞ്ഞത്, ചോദിക്ക്, ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് പോകുന്നത്? പത്രോസ് പറഞ്ഞ ഉടനെ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരി. അങ്ങനെയാണ് യോഹന്നാൻ മനസ്സിലാക്കിയത്, ഇസ്കരിയോത്ത യൂദയാണ് ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നതെന്ന് യേശു മനസ്സിലാക്കി. യോഹന്നാൻ മനസ്സിലാക്കി. ഇതേ രീതിയിലാണ് യോഹന്നാൻ മനസ്സിലാക്കിയത്, യേശു കർത്താവിന് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവന് യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുമ്പോൾ അവനറിയാം യേശുവിന് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ധൈര്യത്തോടുകൂടെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതി വച്ചത്, യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന് പ്രിയനായ ശിഷ്യൻ. ഉള്ളത്തോട് നിങ്ങളും ഒന്ന് ചേർന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും, വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കർത്താവിന് ഇഷ്ടം. നിങ്ങളെല്ലാവരെയും യേശുവിന് ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. അവന് മുഖപക്ഷമില്ല. പക്ഷെ അവൻ്റെ ഉള്ളത്തോട് ചേർന്നിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യോഹന്നാൻ മാറോട് ചേർന്നിരുന്നപ്പോൾ അവന് മനസ്സിലായി, എന്നെയാണ് യേശുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം. ഈ സ്നേഹം യോഹന്നാനെ ക്രൂശോളം നടക്കുവാനായിട്ട് പ്രാപ്തനാക്കി. യേശുവിൻ്റെ കഷ്ടാനുഭവ സമയത്തിന് മുൻപ് 12 ശിഷ്യന്മാര് ഗത്സമനയിൽ വെച്ച് യേശു കർത്താവ് പിടിക്കപ്പെടുന്നതിന് മുൻപ് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. അതിനുശേഷം 11 പേരുണ്ടായിരുന്നു. കുറേ പേര് ചിതറിപ്പോയി, ഒരാള് തള്ളി പറഞ്ഞു. എന്നാൽ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിന് നിസ്സഹായനായിട്ട് ആയി കിടന്ന യേശുവിന് ഒരു ആവശ്യമുണ്ടായി. യേശു ക്രൂശിൽ കൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ തൻ്റെ അമ്മ അവിടെ നിൽക്കുകയാണ്. 3.5 വർഷക്കാലം യേശു കർത്താവ് പരസ്യ ശുശ്രൂഷയിലായിരുന്നു. ഈ സമയത്ത് യേശു തൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണുവാനായിട്ട് ആ ശുശ്രൂഷ നടന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. അവിടെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനെ അറിയിക്കുകയാണ്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാനായിട്ട് വന്നു നിൽക്കുന്നു എന്ന് യേശു കർത്താവിനെ അറിയിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. മറിയയ്ക്ക് വേദനിച്ചു കാണും. എത്ര ദൂതുകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഒരമ്മയ്ക്ക് വേദനയെടുക്കും. മകൻ തള്ളിയ പോലെ ഒരുപക്ഷെ മറിയയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. എന്നാലും യേശുവിന് നല്ല അംശമേ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. തൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ശരിയും. മറിയയോട് ശിഷ്യന്മാർ പറഞ്ഞു കാണും, യേശു കർത്താവ് പറയുന്നു, അവൻ്റെ
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും. മറിയ മടങ്ങിപ്പോയിട്ടുണ്ടാകും. ക്രൂശിൽ, കാൽവരി ക്രൂശിൽ, ഗോൽഗോഥായിൽ ആണിപ്പാടേറ്റ തലയിൽ മുൾക്കിരീടമണിഞ്ഞ് നിസ്സഹായനായി യേശു കർത്താവ് കിടക്കുമ്പോൾ ആ കാൽവരി ക്രൂശിൻ്റെ താഴെ മറിയ നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം, ഇന്നലെ ഞാൻ നിസ്സാരമായിട്ടുള്ളൊരു സംഭവം, എൻ്റെ മോന് കഞ്ഞി രാത്രി എടുത്ത് കൊടുത്തിട്ട് അവൻ തന്നെ ഇരുന്ന് കുടിക്കുകയാണ്. എനിക്ക് മെസ്സേജ് റെഡി ആയിട്ടില്ല. ഞാനിങ്ങനെ കയറി പ്രെയർ റൂമിലോട്ട് ഓടുകയാണ്. ഫുൾ ടൈം ഇങ്ങനെ ഓടുകയാണ്, മെസ്സേജ് കിട്ടണം കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവൻ തന്നെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത് വച്ചു കൊടുത്തിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും അങ്ങനെയാണ്, ഞാൻ പ്രെയറിന് ഓടിക്കളയും. സ്റ്റെപ്പ് കയറി ഞാൻ മുകളിലോട്ട് പോയി പ്രെയർ റൂമിലെത്തിയപ്പോൾ എനിക്ക് സങ്കടം വന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു, കഴുതഞ്ഞൊഴുകി. അവൻ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. പല ദിവസവും അങ്ങനെയാണ്. എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റൂ. ദൈവത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തതാണ്. മറ്റു കാര്യങ്ങളെല്ലാം രണ്ടാം സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടതല്ല, അവൻ കർത്താവിനെ അവന് രുചിച്ചറിഞ്ഞിട്ടില്ല. ദൈവസ്നേഹമെന്ന് അവന് ശരിയായ വിധത്തിൽ അറിയത്തില്ല. അതുകൊണ്ട് അവനും വേദനിക്കും. അവൻ ഒറ്റയ്ക്കാണ് പലപ്പോഴും ആഹാരം കഴിക്കുന്നത്. എനിക്ക് സങ്കടം വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ മകൻ ആണിപ്പാടേറ്റ് കാൽവരി ക്രൂശിൽ മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ അമ്മ താഴെ നിൽക്കുകയാണ്. നിസ്സഹായനായി യേശു കിടക്കുമ്പോൾ യേശു കർത്താവിനും വേദനിച്ചിട്ടുണ്ടാകാം. തന്നെ കാണുവാനായിട്ട് അമ്മ പുരുഷാരത്തിൻ്റെ ഇടയിൽ വന്ന് തിക്കി തിരക്കുമ്പോൾ ഉറപ്പായിട്ടും യേശു കർത്താവിന് വേദനിച്ചിട്ടുണ്ടാകാം. അവർക്ക് 10 മിനിറ്റ് സമയം കൊടുക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ. ഈ ജനം ഇങ്ങനെ ആവശ്യങ്ങളുമായിട്ട് തിക്കി തിരക്കി. ഈ ജനത്തിൻ്റെ വിടുതലാണ് യേശുവിന് പ്രധാനം, അവരുടെ രക്ഷയാണ് പ്രധാനം. അമ്മയ്ക്ക് 5 മിനിറ്റ് സമയം കൊടുക്കുവാനായിട്ട് യേശു കർത്താവിന് അന്ന് പറ്റിയില്ല. ശുശ്രൂഷയുടെ തിരക്ക്. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ശിഷ്യന്മാരെ നോക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ അമ്മയെ സുരക്ഷിതമായിട്ടൊന്ന് ഏൽപ്പിക്കുവാനായിട്ട്. 11 പേരും ചിതറിപ്പോയെടുത്ത് യേശു തന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ മാത്രം ആ ക്രൂശിൻ്റെ താഴെ ഉണ്ടായിരുന്നു. അവൻ അറിയാമായിരുന്നു തന്നെ ഏറ്റവും സ്നേഹിക്കുന്നു. യേശു കർത്താവ് എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. ആ തിരിച്ചറിവ്, ആ ഉള്ളത്തെ അറിയാമായിരുന്ന യോഹന്നാന് ആ ശക്തിയിൽ ക്രൂശോളം നടക്കുവാൻ അവനും ഭയപ്പെട്ട് ഓടാമായിരുന്നു. പക്ഷെ അവൻ ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. യേശുവിൻ്റെ ഉള്ളം അറിയുന്നവനായിരുന്നു. അവൻ ക്രൂശോളം നടന്നു. ക്രൂശിൻ്റെ താഴെ ഈ ഒരൊറ്റ ശിഷ്യൻ മാത്രം ഉണ്ടായിരുന്നു. യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ യേശു കർത്താവ് ഈ ശിഷ്യൻ്റെ കയ്യിൽ, യോഹന്നാൻ്റെ കയ്യിലേക്ക് തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതോടൊപ്പം യോഹന്നാൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ തുറക്കപ്പെട്ടുവെന്ന് പിന്നീടുള്ള യോഹന്നാൻ്റെ ശുശ്രൂഷ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരാം. 96 വയസ്സോളം ഏറ്റവും കൂടുതൽ കാലം യോഹന്നാനാണ് ഈ ലോകത്ത് ജീവിച്ചിരുന്നത്. നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ, ഓരോ സുവിശേഷവും വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വെളിപ്പാടിൽ എഴുതിയ ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം വംശാവലിയിൽ ആരംഭിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷവും അതുപോലെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം തെയോഫിലോസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു. യോഹന്നാൻ വെളിപ്പാടിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ വെളിപ്പാടിൽ നിന്നുകൊണ്ട് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നത്തേതിൽ വചനം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ, ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഇന്നും വായിച്ചു മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ അഭിഷേകം അങ്ങേയറ്റം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അത്രയും വെളിപ്പാട്, സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തൻ്റെ ഉള്ളം അറിഞ്ഞ യോഹന്നാൻ, ക്രൂശോളം തന്നെ അനുഗമിച്ച യോഹന്നാന് യേശു കർത്താവ് തുറന്നു കൊടുത്തു. അവൻ്റെ ആത്മകണ്ണുകളെ തുറന്നു കൊടുത്തു.
സ്വർഗീയ ദർശനങ്ങളെ കൊടുത്തു, ആത്മീക രഹസ്യങ്ങളെ തുറന്നു കൊടുത്തു, സ്വർഗത്തിന്റെ രഹസ്യങ്ങളെ തുറന്നു കൊടുത്തു, സകലതും തുറന്നിട്ട് കൊടുത്തു. അതെല്ലാം യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് ലോങ് ലൈഫും അവന് കൊടുത്തു. ക്രൂശോളം അവനെ അനുഗമിച്ച, ക്രിസ്തുവിനെ അനുഗമിച്ച യോഹന്നാന് ദീർഘായുസ്സും യേശു കൽപ്പിച്ച് കൊടുത്തതായിട്ട് യോഹന്നാന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാം ഘട്ടം, ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടത്തിൽ പ്രാർത്ഥനാ ജീവിതം ചെത്തി മിനുക്കി ആയുധമാക്കി മൂർച്ച കൂട്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ യേശു കർത്താവിൻ്റെ ഉള്ളത്തോട് ചേർന്നിരിക്കാതെ, അവൻ്റെ ശബ്ദം കേൾക്കാതെ നിങ്ങൾക്ക് ശുശ്രൂഷ ജീവിതമോ വിശ്വാസ ജീവിതമോ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെ കർത്താവ് ക്ഷണിക്കുകയാണ്. സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, കർത്താവെ എനിക്ക് നിൻ്റെ ഉള്ളത്തോട് ചേർന്നിരിക്കണം, നിൻ്റെ ശബ്ദം കേൾക്കണം, നിൻ്റെ വചന വെളിപ്പാടുകളെ തുറന്നു തരണം, ആ വചനം നിങ്ങൾ പഠിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് വചനം സംസാരിക്കുവാനായിട്ട് വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വെളിപ്പാടുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളത്തോട് ചേർന്നിരിക്കുന്നവർക്ക് തുറന്നു തരും. ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ലോകത്തോട് സംസാരിക്കണം. ആ വെളിപ്പാടുകൾ ദൈവത്തോട് ചോദിക്കണം. അതിനായിട്ട് അവൻ്റെ മാറോട് പ്രാർത്ഥനാ സമയത്തെന്നല്ല 24/7 കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു ഷിഫ്റ്റിലേക്ക് പ്രാർത്ഥനാ ജീവിതം ക്രമത്തിലാക്കുന്ന, സ്ഥിരതയോടെ ആക്കി മൂർച്ച കൂട്ടിയെടുക്കുന്ന വ്യക്തികളെ അടുത്ത ലെവലിലേക്ക് കർത്താവ് കൈപിടിച്ച് കയറ്റും. വെളിപ്പാടുകളെ, ദർശനങ്ങളെ തുറന്നു തരും. നിങ്ങളുടെ ആത്മകണ്ണുകളെ വിശാലമാക്കി തരും. വല്ലപ്പോഴും ദർശനം കാണുന്ന നിങ്ങൾക്ക് കണ്ണടച്ചാൽ ദർശനമാകും. വല്ലപ്പോഴും വചന വെളിപ്പാടുകൾ തുറക്കുന്ന നിങ്ങൾക്ക് വചനം എടുത്ത് തുറന്ന് എറിഞ്ഞു തരും നിങ്ങളുടെ മുൻപിലേക്ക്. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ വചനം തുറന്നിടും കർത്താവ്. ഒരു എഫേർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് വചനം സംസാരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ ഓടുന്ന നിങ്ങളെ കർത്താവ് വിളിക്കുകയാണ്. യോഹന്നാന് തുറന്നു കൊടുത്ത അഭിഷേകം, അവൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് യേശു കർത്താവിൻ്റെ ഉള്ളത്തോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. വചനത്തിൽ നിന്നൊരു സംശയം വന്നാൽ നിങ്ങൾക്ക് ലോകത്തോട് ചോദിക്കേണ്ട കാര്യമില്ല. കർത്താവിനോട് ചോദിച്ചാൽ ഉടനടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉത്തരം തരും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് കയറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിനകത്ത് കിടക്കുന്ന 1% വചനം പുറത്തു വന്നിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ സങ്കടമാണ് വചനത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വെളിപ്പാടുകളിൽ 1% പോലും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ അത് പിടിച്ചെടുക്കുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ദൂതും തന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ വെറും വാക്ക് പറയുകയല്ല. നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാമോ? ഈ അഭിഷേകം നിങ്ങൾക്ക് എല്ലാവർക്കും തുറന്നു തരുവാൻ, ഇവിടെ ആയിരിക്കുന്ന സബ്മിറ്റ് ചെയ്യുന്ന സകലർക്കും തുറന്നു തരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ, അതായത് വചനം വെളിപ്പാടുകൾ റിസീവ് ചെയ്യാൻ തുടങ്ങിയാൽ, ദർശനങ്ങൾ റിസീവ് ചെയ്യാൻ തുടങ്ങിയാൽ, സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കാണുവാനായിട്ട് തുടങ്ങിയാൽ, നിങ്ങളത് വിളിച്ചു പറയുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു കർത്താവ് 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുൻപിൽ വന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്. പത്രോസിനോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസ് പറയുന്നു, യേശു കർത്താവേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. അവിടെ യേശു കർത്താവ് 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പത്രോസിനോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസ് പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് വീണ്ടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസ് വീണ്ടും പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോഴൊക്കെ കർത്താവ് പറയുന്നു, എൻ്റെ ആടുകളെ പാലിക്കാം. 3-ാം പ്രാവശ്യവും കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? 3-ാമത്തെ ചോദ്യത്തിൽ പത്രോസ് വീണു. പത്രോസ് പറയുകയാണ്, കർത്താവേ, നിനക്ക് സകലവും അറിയാം. അതുവരെ പറഞ്ഞു എനിക്ക് പ്രിയമുണ്ട്. 3-ാം ചോദ്യത്തിൽ
പത്രോസ് പറയുന്നു, കർത്താവേ, നിനക്ക് സകലതും അറിയാം, എനിക്ക് പ്രിയമുണ്ടോ? പ്രിയമുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായി? ഞാൻ വട്ടപൂജ്യമാണെന്ന് നിനക്കറിയാം, ഞാൻ വെറും എടുത്തുചാട്ടക്കാരനാണെന്ന് നിനക്കറിയാം, ഞാനൊരു തോൽവിയാണെന്ന് നിനക്കറിയാം. എനിക്ക് പ്രിയമുണ്ടോ, പ്രിയമില്ലേ, എല്ലാം നിനക്കറിയാം. പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പുറകോട്ട് പോയേ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വലിയ പ്രാർത്ഥന, എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പറയുകയാണ്, ദൈവം എന്നെ പഠിപ്പിക്കുന്നത് വെച്ച് പറയുകയാണ്, പ്രാർത്ഥന, വചനധ്യാനം ഒക്കെ ഉണ്ട്. പുറകോട്ട് നോക്കാം, പത്രോസിൻ്റെ ജീവിതവും പുറകോട്ട് നോക്കാം, നമ്മുടെ വിശ്വാസ ജീവിതത്തെയും പുറകോട്ട് നോക്കാം. നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്, പത്രോസിനോട് ചോദിച്ചതുപോലെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? വ്യക്തിപരമായിട്ട് നിങ്ങൾ ചോദിച്ചേ. കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ആദ്യ സ്നേഹത്തിൽ തുള്ളിച്ചാടി നിൽക്കുന്ന നമ്മൾ പറയും, പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആദ്യ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയും, നമുക്കറിയത്തില്ല, വിശ്വാസ ജീവിതം നമുക്കപ്പോൾ ഒരു സുഖമാണ്, കാരണം കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്. പത്രോസിൻ്റെ കൂടെയും കർത്താവ് ഉണ്ടായിരുന്നു. പത്രോസിനോടും കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അന്ന് കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗം. നമ്മുടെ കയ്യിലുമുണ്ട്, വചനമുണ്ട്, വെളിപ്പാടുണ്ട്, ദൈവശബ്ദമുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്. നമ്മളോടും കർത്താവ് ആദ്യ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അതേ കർത്താവേ, എനിക്ക് പ്രിയമുണ്ട്, കാരണം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കുറച്ചും കൂടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകട്ടെ, ഫ്രണ്ടിലോ ഇങ്ങോട്ട് മൂവ് ചെയ്യട്ടെ. വീണ്ടും കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മൾ പറയും, യെസ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കാരണം നമുക്കറിയത്തില്ല, വിശ്വാസ ജീവിതത്തിൻ്റെ സ്ട്രഗിൾ എന്തെന്നറിയത്തില്ല. പത്രോസിനും അറിയത്തില്ല. യേശുവിൻ്റെ കൂടെയാണ് അവൻ നടന്നത്, അവൻ അറിയത്തില്ല. അപ്പോൾ നമ്മളെയും ആദ്യ സ്നേഹത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന, വെളിപ്പാടുകളിലും ദർശനങ്ങളിലും പ്രാർത്ഥനാ വരത്തിലുമൊക്കെ മുഴുകി നിൽക്കുന്ന നമുക്കറിയത്തില്ല കർത്താവ് നമ്മളെ കയ്യിലെടുത്തിരിക്കുവാണെന്ന്. നമ്മൾ സുഖമായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഫൈറ്റൊന്നുമില്ല. രണ്ടാമതും കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? നമ്മൾ പറയും, കർത്താവേ, പ്രിയമുണ്ട്, കാരണം വിശ്വാസ ജീവിതം ഭയങ്കര സുഖമാണ്, കർത്താവ് കൂടെയുണ്ട്. രണ്ടാം പ്രാവശ്യം കർത്താവ് ആ സമയത്ത് ഒരു സത്യം എന്നോടും നിങ്ങളോടും പത്രോസിനോടും വെളിപ്പെടുത്തുകയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഒരു സത്യം പറഞ്ഞു, ഇതുവരെ ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരുന്നു, ഞാനിതാ പോകുവാനായിട്ട് പോകുന്നു, എന്നെ ക്രൂശിക്കും, ഞാൻ കൊല്ലപ്പെടും. ആ സത്യം പത്രോസിനോടും ശിഷ്യന്മാരോടും വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് യേശു കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയുവാൻ സാത്താൻ എന്നോട് പല പ്രാവശ്യം ആലോചന ചോദിച്ചു, പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ അപേക്ഷിച്ചു, അതുകൊണ്ടാണ് നീ നിൽക്കുന്നത്. ആദ്യ സ്നേഹത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന വിശ്വാസികളായ നിഗളികളായ നമുക്കറിയത്തില്ല കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്തത് കൊണ്ടാണ് നിൽക്കുന്നതെന്ന്. പത്രോസിനും മനസ്സിലായില്ല. പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, അതൊന്നുമല്ല, ഞാൻ നിന്റെ കൂടെ കൊല്ലപ്പെടാനും മരണപ്പെടാനും തടവിലാക്കപ്പെടാനും തയ്യാറാണ്. പത്രോസിന് പറഞ്ഞിട്ട് മനസ്സിലായില്ല കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ്റെ വിശ്വാസ ജീവിതം ഇങ്ങനെ ഓടുന്നത്. എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല 5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കൃപയുള്ളത് അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കർത്താവ് ഒന്ന് വേലി പൊളിച്ചാൽ സാത്താൻ അറ്റാക്ക് ചെയ്യും, നമുക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ദൈവം ഒന്ന് വേലി പൊളിച്ചു കൊടുത്താൽ നമുക്ക് വചനം ധ്യാനിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ചിന്തകളെ സാത്താൻ അറ്റാക്ക് ചെയ്യും, നമുക്കതറിയത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നും അറിയത്തില്ല. കർത്താവ് കരത്തിലാണ് വഹിച്ചു കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. കർത്താവ് പത്രോസിനോടും പറഞ്ഞു, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തത് കൊണ്ടാണ് നീ നിന്നത്, ഞാൻ അപേക്ഷിച്ചത് കൊണ്ടാണ് നീ വീഴാതെ നിന്നത്. പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, നിന്റെ കൂടെ മരണപ്പെടുവാനും ജയിലിൽ കിടക്കുവാനും ഞാൻ തയ്യാറാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, പതുക്കെ പത്രോസിനെ താഴെ വച്ചു. യേശു കർത്താവ് പിടിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ സാന്നിധ്യം പത്രോസിന് നഷ്ടപ്പെട്ടു. പത്രോസ്
ലോകത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ പ്രൊട്ടക്ഷൻ അങ്ങ് മാറിപ്പോയി. നീ എപ്പോഴാണോ സ്വയത്തിൽ ആശ്രയിക്കുന്നത്, നിന്റെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ വചന പ്രസംഗങ്ങൾ ഇതെല്ലാം സ്വന്തം കഴിവിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പ്രിയ വിശ്വാസികളെ, പരീക്ഷ വരും, നമ്മൾ തന്നെ തോറ്റു തുന്നം പാടും. പരീക്ഷകളിൽ തോൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇപ്പോഴും സ്വയത്തിലാണ് വിശ്വാസ ജീവിതം ഓടുന്നതെന്ന്. കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിലല്ല പോകുന്നത്. അതുകൊണ്ടാണ് പരീക്ഷകളിൽ തോറ്റു പോകുന്നത്. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ മരിക്കാം, നിന്റെ കൂടെ കാരാഗ്രഹത്തിൽ കിടക്കാം, പക്ഷേ പറ്റിയില്ല. ദൈവം ടെസ്റ്റിന് അയച്ചു. നീ സ്വയത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് പ്രത്യേകിച്ചൊരു സ്വഭാവമുണ്ട്. എനിക്ക് 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവനെ നോക്കി കൊഞ്ഞനം കാണിക്കുന്നൊരു സ്വഭാവമുണ്ട്. അവനെന്താ പറ്റാത്തേ? അവരെന്താ പ്രാർത്ഥിക്കാത്തേ? നിനക്ക് കൃപയാൽ നീ ഇരിക്കുന്നു. ആ കൃപ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അവന് കൃപ കിട്ടുവാനായിട്ട് നീ ഇറങ്ങണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇറങ്ങി എൻ്റെ ആടുകളെ മേയ്ക്കുവാനാണ് കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത്. ആ കൃപയില്ലാത്തവനെ നോക്കി കൊഞ്ഞനം കാണിക്കുവാനും അവനെ കുറ്റം പറയുവാനും അല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ, വചനം പറയുവാൻ കഴിയുന്നെങ്കിൽ, ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെളിപ്പാടുകളുണ്ടെങ്കിൽ, ദർശനങ്ങളുണ്ടെങ്കിൽ നിഗളിച്ചു പോകരുത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു, ആ വെളിപ്പാടുകളുടെ ആധിക്യം കാരണം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. നിങ്ങളും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ, ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, കൃപയാൽ നിർത്തിയിരിക്കുന്നെങ്കിൽ, കൃപയാൽ നമ്മൾക്ക് വിശ്വാസം ലഭിച്ചെങ്കിൽ നിഗളിച്ചു പോകരുത്. അത് ഇല്ലാത്തവർ, രക്ഷിക്കപ്പെട്ടവർക്ക് തന്നെ പലർക്കും പ്രാർത്ഥിക്കാൻ ഫൈറ്റുള്ള ആൾക്കാരുണ്ട്, വചനം വായിക്കുവാൻ പറ്റാത്തവരുണ്ട്. അവരെ നോക്കി പരിഹസിക്കരുത്. കൃപയാലാണ് നിൽക്കുന്നത്. അവർക്കും ആ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനേ നമുക്ക് പറ്റത്തുള്ളൂ. 2ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ നമ്മളും പറയും, നമ്മൾക്ക് പ്രിയമുണ്ട്, കർത്താവിനോട് പ്രിയമുണ്ട്. പക്ഷേ കർത്താവ് നിന്നെ ടെസ്റ്റിന് അയക്കും. വെറുതെ പറഞ്ഞാൽ പറ്റത്തില്ല. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചാൽ, ഒരു ഉത്തരം കൊടുത്താൽ നിങ്ങളത് തെളിയിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ തെളിയിക്കണം. നിങ്ങൾ എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് നിങ്ങൾ തെളിയിക്കണം. ദൈവം ടെസ്റ്റിന് അയക്കും. പത്രോസിനെയും താഴെ വെച്ചു, ടെസ്റ്റിന് അയച്ചു. പരീക്ഷ വന്നു. 3 പ്രാവശ്യവും തള്ളി പറഞ്ഞു. നമ്മളെ നോക്കിയും നമ്മൾ ഘോരം വിളിച്ചു പറയും, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ജീവനുള്ള ദൈവമാണ്. എവിടെ നിന്നെങ്കിലും ഒരു ചോദ്യം വരട്ടെ, സമൂഹം നമ്മളെ നോക്കി ഒന്ന് അടിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുക്കട്ടെ, മതപ്രചരണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു സൊസൈറ്റി നമ്മുടെ നേരെ ഒരു ഇഷ്യൂ ഉയർത്തട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അപമാനിക്കട്ടെ, നമ്മൾ ഇട്ടിട്ട് ഓടിക്കളയും. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ തിരിച്ചറിയുക. 3ാമതും നിങ്ങളോട് യേശു കർത്താവ് ചോദിക്കുകയാണ്, പത്രോസിനോട് ചോദിച്ചതുപോലെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? 3ാമത്തെ ചോദ്യത്തിൽ പത്രോസ് തിരിച്ചറിഞ്ഞു, ഞാൻ വട്ടപൂജ്യമാണ്. അവന് വെളിപ്പാടുണ്ടായിരുന്നു. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പാടുണ്ടായിരുന്നു. അവനോടുകൂടെ ആ വെളിപ്പാടിൽ നിന്ന് അവൻ തന്നെ വിചാരിച്ചു, കർത്താവിനോടുകൂടെ മരിക്കാൻ വരെ എനിക്ക് പറ്റും. നമുക്കും ഇത്തരം വിശ്വാസമുണ്ട്. പക്ഷേ പരീക്ഷ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കിതൊന്നും പറ്റത്തില്ല. നമ്മൾ ആദ്യം ഓടിക്കളയും. അവിശ്വാസി ഓടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഓടിക്കളയുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ പത്രോസ് 3ാം ചോദ്യത്തിൽ തിരിച്ചറിയുന്നു, 3 പ്രാവശ്യം പരീക്ഷ തോറ്റ് ഇനി എന്നെ ശുശ്രൂഷയ്ക്ക് കൊള്ളത്തില്ലെന്ന് പത്രോസ് തിരിച്ചറിയുന്നു. യേശു കർത്താവ് അവനോട് പറഞ്ഞിട്ട് പോയത്, നീ തള്ളിപ്പറയുമെന്നെ, പിന്നെ തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് യേശു കർത്താവ് പോയത്. എന്നാൽ പത്രോസ് മനസ്സ് തിരിച്ചറിയുകയാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ശുശ്രൂഷയ്ക്കും കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. അവൻ തൻ്റെ പഴയ തൊഴിലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, തൻ്റെ കൂട്ടു സഹോദരന്മാരുമായിട്ട്. അപ്പോൾ യേശു വന്ന് 3ാമതും ചോദ്യം ചോദിക്കുമ്പോൾ 3ാമത്തെ ചോദ്യത്തിൽ അവൻ്റെ പാസ്റ്റ് അവന് മനസ്സിലായി. കഴിഞ്ഞ കാല ജീവിതത്തിൽ വെളിപ്പാട് കൊടുത്തു. യേശു കർത്താവ് കൂടെ കൊണ്ടു നടന്നപ്പോഴവൻ നടന്നു. യേശു കർത്താവ് താഴെ വെച്ചപ്പോൾ, ടെസ്റ്റിന് അയച്ച് വിട്ടപ്പോൾ, കർത്താവ് പരീക്ഷ കൊടുത്തപ്പോൾ തോറ്റുപോയി. അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ വട്ടപൂജ്യമാണ്, കൃപയാലാണ് ഞാൻ നിന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നു. പ്രിയ വിശ്വാസികളെ, നമ്മൾ എത്ര വളർന്നാലും, എത്ര കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നാലും, എത്ര ശുശ്രൂഷ ചെയ്താലും, എത്ര വെളിപ്പാടുകൾ ഉണ്ടായാലും, എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും, ഒരു നിമിഷം മതി കർത്താവ് വേലി പൊളിച്ചു കളഞ്ഞാൽ ഇതെല്ലാം പോകും. അതുകൊണ്ട്
കൊണ്ട് നിഗളിച്ചു പോകരുത്. നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയാണ് ദൈവശബ്ദത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ വചന വെളിപ്പാടുകളുടെ കാര്യത്തിൽ, പ്രാർത്ഥനാപരങ്ങളുടെ കാര്യത്തിൽ പിച്ച വെച്ച് തുടങ്ങിയാണ്. അപ്പോൾ തന്നെ നമ്മൾ അഹങ്കരിച്ച് പോകരുത്. കാരണം ഇത് കൃപ മാത്രമാണ്, കൃപ മാത്രമാണ്, കൃപ മാത്രമാണ്. നമ്മൾക്കാർക്കും സ്വയത്തിൽ നമ്മുടെ കഴിവിൽ ഇതൊന്നും ചെയ്യുവാൻ 10 മിനിറ്റ് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത് നമ്മൾ തിരിച്ചറിയണം. പത്രോസ് ഇത് 3-ാം ചോദ്യത്തിൽ പത്രോസ് ഇത് തിരിച്ചറിയുന്നു. പത്രോസ് പറയുന്നു, നിനക്കെല്ലാം അറിയാം, എൻ്റെ ഉള്ളം നിനക്കറിയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ അത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നിന്റെ കൃപയാൽ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാം. ഈ തിരിച്ചറിവ് പത്രോസിനുണ്ടായെടുത്തു നിന്ന് പത്രോസിനെ ശുശ്രൂഷയ്ക്കായിട്ട്, അപ്പോസ്തലിക് ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അയക്കുകയാണ്. പിന്നീടുള്ള പത്രോസിൻ്റെ ജീവിതം നമുക്ക് അറിയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. പ്രാർത്ഥനാ ജീവിതം ക്രമമല്ലാത്തവർ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തുക. നിങ്ങൾക്ക് പേഴ്സണൽ പ്രാർത്ഥനകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു നാഴിക നേരം മിനിസ്ട്രിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളെ ഒന്ന് ഷാർപ്പൺ ചെയ്യാമോ? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റിവെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വ്യാപ്തിക്ക് വേണ്ടി നശിച്ചു പോകുന്ന മാനവരാശിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഭാരത്തിൻ്റെ ഒരംശം ഏറ്റെടുക്കുവാൻ പറ്റുമോ? അതിന് നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് സഹായിക്കും. സ്വയത്തിൽ നമുക്ക് പറ്റത്തില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അത് ക്രമത്തിലോടുന്ന നിങ്ങളെ 2-ാം ഘട്ടത്തിലേക്ക്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ചു കയറ്റും. വചനത്തെ തുറന്നു തരും, വെളിപ്പാടുകളെ, ദർശനങ്ങളെ തുറന്നു തരും, ആത്മീക രഹസ്യങ്ങളെ കർത്താവ് തുറന്നു തരും. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് നോക്കുകയാണ്, എൻ്റെ വചനത്തിൻ്റെ ആഴമുള്ള സത്യങ്ങളെ ആരുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കുക? ആരെയും കാണാൻ പറ്റുന്നില്ല, ഒരു യോഹന്നാനെ അല്ലാതെ ആരെയും കാണാനില്ല. ആത്മക്കണ്ണ് തുറന്നു തരുവാനായിട്ട് സമർപ്പിക്കപ്പെട്ട വിശ്വാസികളുണ്ടോ എന്ന്, സബ്മിറ്റ് ചെയ്ത വിശ്വാസികളുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യം കഴിഞ്ഞിട്ടേ കർത്താവിൻ്റെ കാര്യമുള്ളൂ. നമ്മുടെ പ്രയോറിറ്റി, നമ്മളുടെ മുൻഗണന എന്താണ്? നമ്മുടെ ജീവിതമാണോ, അതോ കർത്താവിൻ്റെ നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിൻ്റെ ശുശ്രൂഷയാണോ? ഏതാണ് നമ്മുടെ മുൻഗണനയെന്ന് നമ്മൾ ചിന്തിച്ചേ മതിയാകത്തുള്ളൂ. വേദനയാണ് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, അവരുടെ സമയമെടുത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പെയിൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. യേശു കർത്താവിനും വേദനയുണ്ടായി. യേശു കർത്താവിനും ഒരു കുടുംബം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ എത്രത്തോളം കർത്താവ് വേദനിച്ചു ണ്ടാകും. പക്ഷേ അതിൻ്റെ പ്രതിഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ചിലവിടുന്ന സമയം അല്പം കുറഞ്ഞു പോയെങ്കിൽ ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകമൊക്കെ നിങ്ങൾ എടുത്ത് യോബേൽ സംവത്സരം, ശബത്താണ്ടൊക്കെ വായിച്ചു നോക്കുക. നിങ്ങൾ ദൈവത്തിന് സമയം കൊടുത്താൽ നിങ്ങൾക്കത് എപ്രകാരം തിരിച്ചു കിട്ടുമെന്ന് വചനം വ്യക്തമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, അവൻ്റെ മാറോട് ചേർന്നിരിക്കുവാനായിട്ട്, സമർപ്പിക്കപ്പെട്ട വിശ്വാസികളാകുവാനായിട്ട് നിങ്ങൾ ഒരുക്കമാണോ? ആ ഒരുക്കമാണെങ്കിൽ 3-ാം ഘട്ടത്തിൽ നിങ്ങൾ ആ തിരിച്ചറിവിലേക്ക് കർത്താവ് നയിക്കുകയാണ്. നമ്മളെക്കൊണ്ട് ഒന്നും പറ്റത്തില്ല. ദൈവം തുറന്നു തരുന്ന ആത്മീക സത്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറയണം. നിങ്ങളെ അയക്കുവാനായിട്ട്, അപ്പോസ്തലിക് ശുശ്രൂഷയുമായിട്ട് അയക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ തയ്യാറാണ്. ഒരു വാക്ക് മതി, നിങ്ങളുടെ ഒരു സമ്മതം മാത്രം മതി. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള എല്ലാ കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്നു തരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ 27-ാം വയസ്സിൽ ലോകം മുഴുവൻ പോയി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് വിളിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല വിട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് അമേരിക്കയിലുള്ളവരോട് സൂമിൽ സംസാരിക്കാം, കാനഡയിലുള്ളവരോട് സംസാരിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടുന്ന വെളിപ്പാടുകളെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇടാം. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നമ്മൾ ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് പറ്റുമോ ഇല്ലയോ അത് നോക്കല്ലേ. നിനക്കുള്ളിലൊരു പ്രഷർ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. നമുക്കാർക്കും അറിയത്തില്ല. പിതാവിന് പലരും യൂട്യൂബിലൊക്കെ പ്രവചിക്കുന്നുണ്ട്. 29-ൽ ലോകാവസാനം, 45-ൽ ലോകാവസാനം. ഒന്നുമില്ല പ്രിയമുള്ളവരെ, പുത്രന് പോലും അറിയത്തില്ലെന്ന്
എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ നാൾ നിങ്ങൾക്ക് ആർക്കും ഒരുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. മുൻകൂട്ടി ഡേറ്റ് അറിഞ്ഞ് ഒരുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ നിയോഗത്തിലേക്ക് കയറുക. കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നിറപടിയായി ചെയ്യുക. അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പ്രാർത്ഥനാ ലൈഫിനെയെങ്കിലും ഒന്ന് ഷാർപ്പൺ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് നമ്മുടെ പർപ്പസ് നമ്മൾ പൂർത്തിയാക്കി. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ കടന്നു വരും. ഹല്ലേലൂയ. അന്ന് നമ്മൾ ഒരുങ്ങി ഇരുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ ആയിപ്പോകും. നമ്മുടെ ആത്മാവ് നശിച്ചു പോകും. നിത്യതയിൽ ഒരു ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മൾ ആരും ഇപ്പം ബോധേഡല്ല. ലോകത്തിൽ ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പുറകെയാണ്. കർത്താവ് ഒരുക്കുന്ന ഭവനത്തെ പറ്റി നമുക്ക് ഒരു ശ്രദ്ധയുമില്ല. ഞാൻ യൂത്ത് മിനിസ്ട്രിയിൽ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തോളം കടന്നു ചെന്നു. പിന്നെ ഈ ലോകത്തുള്ളതെല്ലാം പൗലോസ് അപ്പോസ്തലന് ചപ്പും ചവറുമാണ്. പിന്നെ അവന് ഈ ലോകത്തിലുള്ളതൊന്നും വേണ്ട. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും എനിക്കറിയണ്ട. പൗലോസ് സാക്ഷ്യം പറയുന്നു. 3-ാം സ്വർഗത്തെ ദർശനം കണ്ടാൽ, നിനക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തെ വിഷൻ കണ്ടാൽ പിന്നെ ഈ ലോകത്തെ നമ്മൾ ആഗ്രഹിക്കത്തില്ല. ആ ഭവനം മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ അത്തിയെക്കുറിച്ച്, കർത്താവ് ശപിച്ച ഒരു അത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവിടെ കർത്താവ് അത്തിപ്പഴം അന്വേഷിക്കുന്നു. അവിടെ എഴുതിയേക്കുന്നു. എന്നിട്ട് അത്തിപ്പഴം കാണാഞ്ഞിട്ട് കർത്താവ് ആ അത്തിയെ ശപിക്കുന്നതായിട്ട് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫലമില്ലാത്തത് കൊണ്ട് ശപിച്ചിട്ട് കർത്താവ് കടന്നുപോയി. മടങ്ങി വരുമ്പോൾ അത്തി ഉണങ്ങി നിൽക്കുന്നതായിട്ട് ശിഷ്യന്മാരെ കാണുന്നു. അവിടെ താഴോട്ട് വായിക്കുമ്പോഴും നമുക്കറിയാം യേശു കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെ കർത്താവേ അത്തി ഉണങ്ങിപ്പോയി? അത് വിശ്വസിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത്തി അതുപോലെ സംഭവിക്കും. കർത്താവ് വിശ്വാസത്തോടെ പറഞ്ഞു, അത്തി ഉണങ്ങിപ്പോയി. അതിനകത്ത് നിങ്ങളോട് കർത്താവിന് പരിശുദ്ധാത്മാവ് ഒരാലോചന പറയുകയാണ്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും കർത്താവ് ചെന്ന് അതിൽ ഫലം അന്വേഷിച്ചു. നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന എന്ന് പറയുന്നത്, പ്രിയ വിശ്വാസികളെ, സീസണിൽ മാത്രം നിങ്ങൾ ഫലം കായ്ച്ചാൽ പറ്റത്തില്ല. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സുഖവും സൗകര്യവും ഫലം കായ്ക്കുവാൻ സമയവും ഉള്ള സമയത്ത് പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്താൽ പറ്റത്തില്ല. എപ്പോഴും നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. സീസണിലും സീസൺ അല്ലാത്തപ്പോഴും, നിങ്ങൾക്ക് സമയമുള്ളപ്പോഴും സമയമില്ലാത്തപ്പോഴും സമയമുണ്ടാക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. സമയമുണ്ടാക്കി കർത്താവിന് വേണ്ടി നിൽക്കണം. വിശ്വാസിക്ക് സീസണില്ല. ആ അത്തിയിൽ ഫലമില്ലാതിരുന്നിട്ടും ശപിച്ചു, സീസൺ അല്ലാതിരുന്നിട്ടും ശപിച്ചു. കർത്താവിൻ്റെ സമയം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. നിനക്ക് സുഖത്തിലും സൗകര്യത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഇരിക്കാൻ സമയമുള്ളപ്പോഴായിരിക്കില്ല കർത്താവ് വരുന്നത്. നീ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി, ജോലിയുടെ പുറകെയൊക്കെ ഓടി നടക്കുന്ന സമയത്ത് കർത്താവ് വന്നാൽ എന്ത് ചെയ്യും? അപ്പോഴും നിന്റെ ആത്മാവ് ഒരുക്കപ്പെട്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു വിശ്വാസിക്ക് സീസണില്ല. 24/7 നിങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കണം. ഉറങ്ങുമ്പോഴും നിങ്ങൾ ഒരുക്കത്തിലായിരിക്കണം. യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 22-ാം സങ്കീർത്തനം, യേശു കർത്താവിൻ്റെ 7-ാമത്തെ മൊഴി, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. യഹൂദ കുഞ്ഞുങ്ങളെ അവർ മാതാപിതാക്കൾ ആദ്യം പഠിപ്പിക്കുന്ന വാക്യമാണ്. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ ഈ വാക്യമാണ് പറയുന്നത്. അവർ മശിഹയെ കാത്തിരിക്കുകയാണ്. നമ്മൾ മശിഹയുടെ 2-ാം വരവിനെ കാത്തിരിക്കുകയാണ്. അവർ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല, പഴയ നിയമത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ പറയും, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഈ ഉറക്കത്തിൻ്റെ സമയത്തെങ്ങാനും കർത്താവ് വന്നാൽ എനിക്ക് പോകാൻ പറ്റാതെ വരരുത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ഒരു ഉറപ്പുണ്ടോ? വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കർത്താവ് വന്നാൽ എന്നെയും കൊണ്ടുപോകുമെന്ന ഉറപ്പോടുകൂടെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണോ ഉറങ്ങുവാനായിട്ട് കിടക്കുന്നത്? 24/7 നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞാൽ സമയമായിട്ടില്ല, ലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എല്ലാവരും സുവിശേഷം കേട്ടിട്ടില്ല, ആ കർത്താവിന് വല്ല ഓപ്ഷൻ ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ബൈബിൾ നമ്മുടെ മുൻപിൽ
പൂർണ്ണമായി തുറക്കപ്പെട്ടിട്ടില്ല. ബൈബിളിൻ്റെ 1% പോലും നമുക്കറിയാത്ത നമ്മളിരുന്ന് പറയുകയാണ്, കർത്താവ് ആദ്യം വന്ന് അല്ലെങ്കിൽ വിശ്വാസികളെ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? നമുക്ക് വചനം അറിയത്തില്ല, വെളിപ്പാടില്ല, ദർശനമില്ല, ഒന്നുമില്ല. എന്നിട്ടിരുന്ന് ഊഹിച്ചങ്ങ് പറയുകയാണ് കർത്താവ് വരാൻ സമയമായിട്ടില്ല, ഇനിയും ഒരു 50 വർഷം കൂടെ കഴിയും. അപ്പോൾ പതുക്കെ നമുക്ക് മനസ്സാന്തരപ്പെടാം. നിന്റെ പർപ്പസ്, ഇന്ന് ചെയ്യേണ്ട കാര്യം നീ ഇന്ന് ചെയ്യണം, നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്തിരിക്കണം, നിന്റെ നിയോഗം പൂർത്തീകരിച്ചിരിക്കണം. എങ്കിലേ നിന്റെ ആത്മാവ് കർത്താവ് വരുമ്പോൾ കൂടെ എടുക്കപ്പെടത്തുള്ളൂ, ആ സ്വർഗീയ ഭവനത്തിൽ നിനക്ക് കടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുങ്ങുക. ആർക്കൊക്കെ ഒരു ആത്മഭാരം ഉണ്ടാകുന്നു, പരിശുദ്ധാത്മാവ് ആത്മഭാരം തരുന്നവരെല്ലാം പ്രാർത്ഥനകൾക്കായിട്ട് അവൻ്റെ മാറോട് ചേർന്നിരുന്ന് വചനങ്ങളെ, നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകണം, ഈ വെളിപ്പാട് എനിക്ക് തുറന്നു കിട്ടണം, ഇത് ജനത്തോട് വിളിച്ചു പറയണമെന്ന് ഉള്ളത്തിൽ ആഗ്രഹം തോന്നുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ മുൻപിൽ തുറന്നിട്ട് തരും. ആ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളെയും കർത്താവ് ഒരുക്കി തരും. അതിനായിട്ട് നിങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കുക. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ഒരുങ്ങിയിരിക്കുക. ആ സ്വർഗീയ നിത്യ ഭവനത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണുവാനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.